ഈ ഒരു സോൺ ഉണ്ടോ, ഇതൊരു കീ ലെവലാണ്, മാർക്കറ്റ് റെസ്പെക്റ്റ് ചെയ്തേക്കാം. അതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു പ്രൈസ് റേഞ്ചാണ് അതായത് ഈ ഒരു ക്യാൻഡലിൻ്റെ ഇക്വിലിബ്രിയം ലെവൽ, അതായത് ഈ കാണുന്ന റേഞ്ച്. ഓക്കെ, ഒന്നുകിൽ മാർക്കറ്റ് ഇവിടെ വന്ന് കയറും, അതല്ലെങ്കിൽ ഇവിടെ വന്നിട്ടായിരിക്കും കയറുക. നെക്സ്റ്റ് ഒരു പൊസിഷനും കൂടിയുണ്ട്, പക്ഷേ അതത്ര വർക്കാവണമെന്ന് വലിയ നിർബന്ധമൊന്നുമില്ല. കാരണം ഇതൊരു ബ്രേക്കർ ബ്ലോക്കാണ്. ഓക്കെ, ബ്രേക്കർ ബ്ലോക്ക്, അതായത് ഇതൊരു ഓർഡർ ബ്ലോക്ക് ആയിരുന്നു. ഓർഡർ ബ്ലോക്കിൽ വന്ന് ടാപ്പ് ചെയ്ത് മാർക്കറ്റ് കയറി, പക്ഷേ ഓർഡർ ബ്ലോക്കിനെ ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് വീണ്ടും മുകളിലേക്ക് പോകാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. സോ അതുകൊണ്ട് തന്നെ ഇതൊരു ബ്രേക്കർ ബ്ലോക്സ് ആയിട്ട് വേണ്ടി കൺസിഡർ ചെയ്യാം. സോ ബ്രേക്കർ ബ്ലോക്സ് ആയിട്ട് കൺസിഡർ ചെയ്ത് നമ്മൾ ട്രേഡ് എടുക്കുമ്പോൾ ഇവിടെ നമുക്ക് കാര്യങ്ങൾ സെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അതിൻ്റെ ഒപ്പം തന്നെ ഇവിടുത്തെ ഇപ്പം പ്രസൻ്റ്ലി നടക്കുന്ന ഒരു ബിൽഡപ്പ്, അത് നമ്മൾ നന്നായിട്ട് ഫോക്കസ് ചെയ്യണം. ഈ കാണുന്ന ബിൽഡപ്പ്, കാരണം ഈ ബിൽഡപ്പ് ജസ്റ്റ് നോക്കുക. മാർക്കറ്റ് കീ ലെവലിനെ ബ്രേക്ക് ചെയ്താൽ നിൽക്കുന്നത്, താഴെ ഒരു കീ ലെവലുണ്ട്, മാർക്കറ്റിന് താഴോട്ട് പോകാനുള്ള ചാൻസസ് കൂടുതലാണ്. അത്തരത്തിൽ നോക്കുമ്പോൾ ഇവിടെ ഒരു ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേൺ ഫോം ചെയ്തിട്ടുണ്ട്. ഓൾറെഡി ഒരു ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേൺ ഫോം ചെയ്തതിനെ റീടെസ്റ്റ് ചെയ്തിട്ടാണ് മാർക്കറ്റ് ഇറങ്ങിയത്. ഈ ഒരു പോയിന്റിൽ കണ്ടോ, ബ്രേക്ക് ചെയ്തു, റീടെസ്റ്റ് ചെയ്തു. ജസ്റ്റ് 1 മിനിറ്റിൽ ജസ്റ്റ് നോക്കുക, കണ്ടോ, ക്ലീൻ റീടെസ്റ്റ്, നല്ല റിജക്ഷൻ. ഇവിടെ നമുക്ക് എൻട്രി എടുക്കാം, മാർക്കറ്റ് ഉണ്ടോ, പ്രോപ്പർ എൻട്രി അല്ലേ. പക്ഷെ അത്രയൊന്നും ഇല്ലെങ്കിൽ പോലും ഒരു ചെറിയ ഹെഡ് ആൻഡ് ഷോൾഡർ ഇവിടെ ക്രിയേറ്റ് ആവുന്നുണ്ട്. ഓക്കെ, ഹെഡ് ആൻഡ് ഷോൾഡർ എന്നുള്ളതിനേക്കാൾ ഉപരി ഇതൊരു ബേസ് ആയിട്ട് കൺസിഡർ ചെയ്യാം. ഓക്കെ, ഒരു ബേസ് ആയിട്ട് കൺസിഡർ ചെയ്യാം. ഇതിനിങ്ങനെ റീടെസ്റ്റ് ചെയ്ത് വരുന്നൊരു എൻട്രി നമുക്ക് പ്ലേസ് ചെയ്യാം. പക്ഷേ കാര്യമില്ല, കാരണം വലിയ ടാർഗറ്റൊന്നും ഇല്ല. 1:1 ഒക്കെ നമുക്ക് ബുക്ക് ചെയ്യാവുന്ന സാധനങ്ങളൊക്കെ ഉള്ളൂ. എന്തായാലും ഈ ലെവൽ ബ്രേക്ക് ചെയ്യട്ടല്ലേ, അതല്ലെങ്കിൽ പിന്നെ ഈ ഒരു ഇക്വിലിബ്രിയം ലെവൽ ഫോക്കസ് ചെയ്യണം. ഇവിടുന്ന് ഈ ഒരു ഇക്വിലിബ്രിയം ലെവൽ ഫോക്കസ് ചെയ്ത് ട്രേഡ് പുഷ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവണം. ഓക്കെ, ഇതാണ് നമ്മൾ BTCയിൽ ഇന്ന് നമ്മൾ നോക്കുന്നത്. അതേപോലെ തന്നെ നമ്മൾ ഇന്നലെ വേറൊരു സെറ്റപ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏത്, നമ്മുടെ USD JPY ഇതാ ഈ കാണുന്ന സൈക്കോളജിക്കൽ ലെവലിൽ നിന്ന് ഒരു ക്ലീൻ ഒരു എൻട്രി നമ്മൾ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു റേഞ്ചിൽ ഒരു എൻകൾഫിങ് ലൈക്ക് ഒരു ക്യാൻഡിൽ വന്നു കഴിഞ്ഞാൽ എടുക്കാമെന്നുള്ളതായിരുന്നു. പക്ഷേ എൻകൾഫിങ് അല്ല, നല്ല റിജക്ഷൻ ക്യാൻഡലിന് ശേഷം ഒരു ബേസ് ഉണ്ടാക്കി ബ്രേക്ക് ചെയ്ത് റീടെസ്റ്റ് ചെയ്യുകയാണ് ചെയ്തത്. ആ റീടെസ്റ്റ് അത്യാവശ്യം ഓക്കെ ആയിട്ടുള്ള റീടെസ്റ്റ് ആയിരുന്നു. ഓക്കെ, ബേസ് എവിടെ ക്രിയേറ്റ് ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഈ ഒരു റേഞ്ചിലാണ് ബേസ് ക്രിയേറ്റ് ആയത്. ഒരു 30 മിനിറ്റ് ടൈം ഫ്രെയിമിലോ അല്ലെങ്കിൽ ഒരു 50 മിനിറ്റ് ടൈം ഫ്രെയിമിലോ വന്നിട്ടുണ്ടെങ്കിൽ ആ റീടെസ്റ്റ് നമുക്ക് കുറച്ചും കൂടി പക്കായിട്ട് എടുക്കാമായിരുന്നു. മാർക്കറ്റ് ഓൾറെഡി 62 പിപ്സിൻ്റെ അടുത്ത് മാർക്കറ്റ് മൂവ് ചെയ്തിട്ടുണ്ട്. നോക്കാം ടാർഗറ്റ് എവിടം വരെ പോകുന്നുള്ളത് നമുക്ക് എന്തായാലും നോക്കാം അല്ലേ. ഈ ഒരു റേഞ്ചിലേക്കൊക്കെ ടാർഗറ്റ് വരികയാണെന്നുണ്ടെങ്കിൽ സൂപ്പറായിരിക്കും. യെസ്, സോ നമുക്ക് എന്തായാലും പ്രസൻ്റ്ലി വാച്ച് ചെയ്യാനുള്ളത് നമ്മുടെ BTC ആണ്. BTC നോക്കാം. സോ മാർക്കറ്റ് അവർ ലോനെ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. സോ നോക്കാം എത്തരത്തിലായിരിക്കും മാർക്കറ്റ് ബിഹേവ് ചെയ്യുക എന്നുള്ളത്. ബ്രോ ഇപ്പോൾ വെച്ച സെറ്റപ്പ് ഒന്ന് പറഞ്ഞു തരാമോ? ഷുവർ, ഉറപ്പായിട്ടും പറഞ്ഞുതരാം. അത് ലൈക്ക് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സിമ്പിൾ. അതായത് ഇതൊരു ഇപ്പം പ്ലോട്ട് ചെയ്ത് വെച്ചിരുന്ന ഒരു സ്കാൽപ്പിംഗ് സെറ്റപ്പാണ്. അതായത് ഇതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ടെലഗ്രാം ചാനലുണ്ട്. സോ അതിൽ ഞാൻ ഓൾറെഡി അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു ട്രേഡ്. ഓക്കെ, ഈ ഒരു ട്രേഡ് നമ്മൾ ഓൾറെഡി അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഒരു BTCൻ്റെ വീക്കിലി അനാലിസിസിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്ത റേഞ്ച് ആയിരുന്നു ഇത്. ആ ഒരു റേഞ്ചിലേക്ക്, അതായത് ഈ ഒരു വീക്കിൽ നമ്മൾ ബെയറിഷ് സെൻറ്റിമെൻറ്റ്സ് ഭയങ്കരമായിട്ട് എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ബട്ട് ഈ ഒരു സ്ട്രക്ചർ കൃത്യമായിട്ട് പോകുന്നുണ്ടപ്പം വീണ്ടും ബുള്ളിഷിലേക്ക് കയറുമെന്ന് വിചാരിച്ചു. പക്ഷേ ഒരു പോയിന്റിൽ വെച്ചിട്ട് മാർക്കറ്റ് ഇവിടെ ക്ലീൻ റിവേഴ്സിൽ വന്നു. എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാ ഒരു 5 മിനിറ്റ് ടൈം ഫ്രെയിമിൽ ഒരു ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേൺ. ഓക്കെ, ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേൺ എന്ന് പറഞ്ഞാൽ ഭയങ്കര പവർഫുള്ളായിട്ടുള്ളൊരു പാറ്റേണാണ്. ബ്രേക്ക് ചെയ്തു. എഗെയിൻ ഇതൊരു കീ ലെവലാണ്, മാത്രമല്ല ഒരു ഓർഡർ ബ്ലോക്ക് ലെവലും കൂടിയാണ്. ഓർഡർ ബ്ലോക്കിലെ റിഫൈൻ ലെവലാണ്. സോ ഓർഡർ ബ്ലോക്കിന് വൺസ് അത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബ്രേക്കർ ബ്ലോക്സ് ആയി. ഓക്കെ, ബ്രേക്കർ ബ്ലോക്സിനെ റീടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാർക്കറ്റ് വരാം. സോ ഓൾമോസ്റ്റ് ഇതിനോട് ക്ലോസ് ആയിട്ട് വന്നു. ആ ക്ലോസ് ആയിട്ട് വരുന്ന സമയത്ത് ഇവിടെ നമുക്ക് ജസ്റ്റ് ഒരു 5 മിനിറ്റിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെയും നമുക്കൊരു റിവേഴ്സൽ പാറ്റേൺ കാണാൻ പറ്റും. ഓക്കെ, റിവേഴ്സൽ പാറ്റേൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാ ഇത്തരത്തിൽ ഇങ്ങനെ വന്നു. ഒരു ലോ ക്രിയേറ്റ് ചെയ്തു, ഹൈ ക്രിയേറ്റ് ചെയ്തു, ലോ ക്രിയേറ്റ് ചെയ്തു, ഹൈ ക്രിയേറ്റ് ചെയ്തു, ലോ ക്രിയേറ്റ് ചെയ്തു, ഹൈ ക്രിയേറ്റ് ചെയ്തു. യെസ്, സോ ഇവിടെ ഇതും ഒരു എന്താണ് ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേൺ ആയിട്ടാണ് ഫോം ചെയ്തിട്ടുള്ളത്. ഓക്കെ,
സോ ഇവിടെ ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേൺ ആയിട്ട് ഫോം ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് നോക്കുക. നെക്ക് ലൈൻ, ഓക്കെ, ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേൺസിൻ്റെ നെക്ക് ലൈൻസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നെക്ക് ലൈൻ എന്ന് പറയുമ്പോൾ ഇങ്ങനെ വരും. ഇങ്ങനെയാണ് നമുക്ക് ആക്ച്വലി ആ ഒരു നെക്ക് ലൈൻ വന്നിട്ടുള്ളത്. ബട്ട് സ്റ്റിൽ നമ്മൾ എന്താണ് ഈ ഒരു ലോവസ്റ്റ് പോയിൻറ്റിനെ ബ്രേക്ക് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ നെക്ക് ലൈനെ ബ്രേക്ക് ചെയ്യുമ്പോൾ ട്രേഡ് എടുക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ മേ ബി ലിക്വിഡിറ്റി ഗ്രാബിൽ പെട്ടുപോയേക്കാം. ഓക്കെ, സോ മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് ക്ലീൻ ബ്രേക്കാണ്. ഇനി നമുക്ക് എന്താണ് ഒരു നല്ല റീടെസ്റ്റ് കൂടി വന്നിട്ടുണ്ടെങ്കിൽ മാത്രം ബെയറിഷ്ലി നോക്കുക. ചില ഡയറക്റ്റ് എൻട്രി എടുക്കുന്നവരുണ്ട്, ബട്ട് ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ചെറിയൊരു പുൾ ബാക്ക് വരും. ഓക്കെ, പുൾ ബാക്ക് വരും. പുൾ ബാക്കിന് ശേഷം ട്രേഡ് എടുക്കുക. ദെൻ ടാർഗറ്റഡ് റേഞ്ച് ആയിട്ട് കൊടുത്തിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 50 മിനിറ്റ് ടൈം ഫ്രെയിമിൽ തന്നെയുള്ള ഒരു ഓർഡർ ബ്ലോക്ക് ഉണ്ട്. ഒരു കുറച്ച് വലിയ ഓർഡർ ബ്ലോക്കാണ്, അതിൻ്റെ സൈസ് കുറച്ച് കൂടുതലാണ്. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു ഓർഡർ ബ്ലോക്കിൻ്റെ ഇക്വിലിബ്രിയം പോയിൻറ്റിനും താഴെ വന്നു കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ ബൈ എൻട്രീസ് ഫോക്കസ് ചെയ്യുള്ളൂ. സോ ഇക്വിലിബ്രിയം പോയിൻ്റാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. നമ്മുടെ ടാർഗറ്റും ഏറെക്കുറെ ഒരു ഇക്വിലിബ്രിയം പോയിൻറ്റിനോട് ക്ലോസ് ആയിട്ട് തന്നെയാണ് നിൽക്കുന്നത്. ഓക്കെ, സോ ഇതാണ് ഇതിൻ്റെ സെറ്റപ്പ്. അതായത് ലൈക്ക് നമുക്കെന്താണ് ഒരു മാർക്കറ്റിൻ്റെ ഡയറക്ഷൻ മനസ്സിലാക്കി, ലൈക്ക് മാർക്കറ്റിൽ എപ്പോഴും ഫോക്കസ് ചെയ്യേണ്ട കാര്യത്തിലേ ഉള്ളൂ. നമ്മളൊരു ട്രേഡ് എടുക്കുമ്പോൾ നമുക്കൊരു ഡയറക്ഷൻ ഉണ്ട്. ആ ഡയറക്ഷനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ലെവൽസ് ഏതൊക്കെയാണ്, ഓക്കെ, ആ ഒരു ഡയറക്ഷനെ സപ്പോർട്ട് ചെയ്യാനുള്ള ലെവൽസ് ഏതൊക്കെയാണ്, അത്രയും കാര്യങ്ങൾ മാത്രം ജസ്റ്റ് ഒന്ന് ഫോക്കസ് ചെയ്യുക. എൻട്രി ഓപ്പർച്യൂണിറ്റീസ് എങ്ങനെ തരുന്നു എന്നുള്ളതും ഫോക്കസ് ചെയ്യുക. ദാറ്റ്സ് ഇറ്റ്. അത്രയും മതി നമുക്ക് വർക്കൗട്ട് ആവാൻ, ട്രേഡ് വർക്കൗട്ട് ആവാൻ. വോളിയം ഭയങ്കര കുറവാണല്ലേ ഗോൾഡിൽ. എനിക്ക് തോന്നുന്നു വരുന്ന ദിവസങ്ങളിൽ ട്രംപിൻ്റെ എന്തെങ്കിലും ഒക്കെ ഒരു പുതിയൊരു ഒരു പ്രസ് മീറ്റ് കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ഗോൾഡ് ചിലപ്പോൾ ഒന്നും കൂടി ഫോളോ ചെയ്യും. സോ നമുക്ക് എന്തായാലും നോക്കാം അല്ലേ, വെയിറ്റ് ചെയ്യാം എന്തൊക്കെയാണ് കാര്യങ്ങൾ നടക്കുന്നത് എന്നുള്ളത് നോക്കാം. ബ്രേക്ക് ചെയ്ത് റീടെസ്റ്റ് പ്രോപ്പറായിരുന്നു ഇതല്ലേ? ഇത് റീടെസ്റ്റ് പ്രോപ്പർ അല്ല. ഇത് നമുക്ക് ഇവിടം വരെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് നമ്മൾ ഇവിടെ തന്നെ ട്രേഡ് പുഷ് ചെയ്തേക്കാമായിരുന്നു. പക്ഷേ ഇവിടെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു പാറ്റേൺ ഫോർമേഷൻ തന്നിട്ടാണ് മാർക്കറ്റ് ബ്രേക്ക് ചെയ്യുന്നത്. അതുകൊണ്ടാണ് കേട്ടോ ഇത് കൺസിഡർ ചെയ്തേ. സോ ഇതിപ്പം പ്രസൻ്റ്ലി നമുക്കൊരു നല്ല റീടെസ്റ്റ് വരാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട്. നോക്കാം. നമുക്ക് മാക്സിമം ഒരു റിഫൈൻഡ് ലെവലിൽ തന്നെ കിട്ടണം, എന്നാലേ കാര്യമുള്ളൂ. അല്ലാണ്ട് എടുത്തിട്ട് വേറെ ഇതൊന്നുമില്ല. പിന്നെ റിസ്കിനെ മാനേജ് ചെയ്യാനും പറ്റണമല്ലോ. ഇപ്പോൾ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ബേസിക് ആയിട്ടൊരു $5 റിസ്ക് ഉണ്ട് ട്രേഡിൽ. $5 ഏറ്റവും ബേസിക്കായിട്ട്. സോ നമുക്ക് അതിൽ കൂടുതൽ റിസ്ക് ഒന്നും ഒരിക്കലും എടുക്കാൻ വേണ്ടി പറ്റില്ല. മാക്സിമം 5 അത് മതി. മാർക്കറ്റ് ഒരു ക്ലീൻ റീടെസ്റ്റ് വന്നല്ലേ. റീടെസ്റ്റ് വന്ന് ഇറങ്ങുന്നുണ്ട്. നമുക്ക് നോക്കാം എന്താ ചെയ്യാൻ വേണ്ടി പോകുന്നതെന്ന്. അത്യാവശ്യം സ്ട്രോങ് ആയിട്ടല്ലേ ഇത് പുഷ് ചെയ്തത്. പക്ഷേ ഒരു കണ്ടിന്യൂവേഷൻ ഒരു കുറവ് ഒരു പ്രശ്നമുള്ള പോലെ തോന്നുന്നുണ്ട് കണ്ടിന്യൂവേഷന്. പക്ഷേ ഗ്രാജുവലി ഇറങ്ങിക്കോളും. പയ്യെ പുഷ് ചെയ്യുന്നുണ്ട്. പുഷ് ചെയ്യട്ടെ. പക്ഷേ അതൊരു ഭയങ്കര സഡൻ ഫോൾ ആയതുകൊണ്ട് എൻട്രി എടുക്കുമ്പോൾ കുറച്ച് ലേറ്റായി പോയിട്ടുണ്ടായേക്കാം. ഹെഡ് ആൻഡ് ഷോൾഡേഴ്സ് ഒന്നുകൂടി പറഞ്ഞു തരുമോ? ഞാൻ ചോറ് കഴിക്കാൻ പോയതായിരുന്നു. ഓക്കെ, പറഞ്ഞുതരാം. ഹെഡ് ആൻഡ് ഷോൾഡർ അല്ലേ? ബേസിക്കലി ഈ ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാർക്കറ്റ് എക്സോസ്റ്റഡ് ആകാൻ വേണ്ടി പോകുന്ന ഒരു സിറ്റുവേഷനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നതാണ് ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേൺ.
അപ്പോൾ നാളെ 9:30 കേട്ടോ. നാളെ 9:30 നമുക്ക് കാണാം. ഓക്കെ, ബൈ.